ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മൈ ഫാമിലി റെസിപ്പി. ഇന്ന് നമുക്ക് നല്ലൊരു എഗ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു ഗ്ലാസ് ബസുമതി അരി നല്ലോണം കഴുകി വൃത്തിയാക്കിയത് ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ അതിലേക്ക് നമുക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് അരമണിക്കൂർ മാറ്റി വയ്ക്കാം. അരമണിക്കൂർ ആകുമ്പോഴേക്കും നമുക്ക് അരി വേവിക്കാനുള്ള വെള്ളം തിളപ്പിച്ചെടുക്കാം. അത് 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു, തിളയ്ക്കാറായിട്ടുണ്ട്. അപ്പം ഞാൻ ഈ അരി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. വെള്ളം കൂറ്റി കളഞ്ഞിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കതിലേക്ക് 1 ടീസ്പൂൺ വെജിറ്റബിൾ ഓയിലും ആവശ്യത്തിന് ഉപ്പിടുക. നമുക്ക് പെട്ടെന്ന് തന്നെ അത് ഊറ്റിയെടുക്കാവുന്നതാണ്. 75% വേവ് വേണ്ടോ, പെട്ടെന്ന് തന്നെ വേവും. നമ്മൾ അരി കുതിർത്ത കാരണം പെട്ടെന്ന് തന്നെ വേവും. തള വന്നിട്ടുണ്ട്. നമുക്ക് അരി വേവായിട്ടുണ്ടെങ്കിൽ നമുക്കത് ഊറ്റി വെള്ളമൊക്കെ കളഞ്ഞിട്ട് നമുക്കൊരു പ്ലേറ്റിലിട്ടിട്ട് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വയ്ക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. പിന്നെ 5 മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നല്ലോണം ഉപ്പിട്ട് മിക്സ് ആക്കിയതാണ്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലോണം നമുക്കത് പൊരിച്ചെടുക്കാം. ചെറുതായി ഒന്ന് മിക്സ് ആക്കുക. നമുക്ക് ചെറിയ കഷ്ണം സവാള, അതുപോലെ തന്നെ ചെറിയ കഷ്ണം ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത്, ഒരു 4 ബീൻസ് ചെറുതായി അരിഞ്ഞത് ചേർത്തിട്ടുണ്ട്. ക്യാബേജ് ചെറുതായി അരിഞ്ഞത് ഒക്കെ 2 ടീസ്പൂൺ വീതം ഉണ്ടാവുള്ളൂ. ക്യാബേജൊക്കെ 1 ടീസ്പൂൺ ഞാൻ ഇട്ടിട്ടുള്ളൂ ചെറുതായി അരിഞ്ഞിട്ട്. ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, 2 കതിര് ചെറിയ പീസ് മല്ലിയില ചെറുതാക്കി അരിഞ്ഞ് ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ സോയാ സോസും ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലോണം വഴറ്റാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ സോസ് ഒഴിച്ചിട്ടുണ്ട്. നല്ലോണം വഴറ്റാം. വേവിച്ച് വെച്ച മുട്ട അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഒന്ന് മിക്സ് ആക്കുക. നമ്മുടെ ചോറ് ചൂടാറിയിട്ടുണ്ട്. ഇനി അത് നമുക്ക് ഇതിലേക്ക് മിക്സ് ആക്കാം. നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഉടഞ്ഞു പോകാണ്ട് നല്ലോണം പതുക്കെ എടുക്കുക. നല്ലോണം മിക്സ് ആക്കുക. നമ്മുടെ എഗ് ഫ്രൈഡ് റൈസ് റെഡിയായി. ഇഷ്ടമായ വീട്ടിലെല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ എഗ് ഫ്രൈഡ് റൈസ് ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.